ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനും ബിജെപി മുൻ എംപിയുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ കുറ്റവിമുക്തനാക്കി കോടതി. ലൈംഗികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച് വനിതാ ഗുസ്തി താരങ്ങളാണ് ബ്രിജ്ഭൂഷണെതിരെ പരാതി നൽകിയത്. ബ്രിജ്ഭൂഷണൊപ്പം കേസിൽ പ്രതിയായ വിനോദ് തോമറിനെയും ഡൽഹി റൌസ് അവന്യൂ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. ബ്രിജ്ഭൂഷണെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ അപ്പീൽ നൽകുമെന്നാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പറഞ്ഞത്. കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെടാത്തപ്പോൾ പ്രതിയെ കുറ്റവിമുക്തനാക്കുന്നു എന്നത് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ നടപടിക്രമങ്ങളിലൊന്നാണ്. ജന്തർ മന്ദറിലെ സമരത്തിൽ രാജ്യത്തിനായി മെഡലുകൾ നേടിയ താരങ്ങൾ എത്തിയത് നീതി തേടിയാണ്. അവർക്ക് ആ നീതി ഇനിയും അകലെയാണ് എന്ന ദുഃഖസത്യം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. എന്തായാലും ദില്ലി വിചാരണ കോടതിയാണ് ബ്രിജ്ഭൂഷണെ വെറുതെ വിട്ടത്. താരങ്ങൾക്ക് നേരെ അന്ന് ഫെഡറേഷൻ അധ്യക്ഷനായിരുന്ന ബ്രിജ്ഭൂഷൺ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു കേസ്. 6 ഗുസ്തി താരങ്ങളാണ് ബ്രിജ്ഭൂഷണെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ചത്. 2023 ജന്തർ മന്ദറിൽ വനിതാ ഗുസ്തിക്കാർ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് ബ്രിജ്ഭൂഷണെ പ്രതിയാക്കി ഡൽഹി പോലീസ് കേസെടുത്തത്. 2023 ജൂൺ 15-നാണ് 1500 പേജുള്ള കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ ചുമതല വഹിച്ച സമയത്ത് രാജ്യത്തും വിദേശത്തും വെച്ച് വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. പ്രായപൂർത്തിയാകാത്ത ഒരു ഗുസ്തി താരവും ബ്രിജ്ഭൂഷണെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നുവെങ്കിലും പിന്നീട് പരാതി പിൻവലിച്ചിരുന്നു. കേസെടുക്കാനും അറസ്റ്റിനുമൊക്കെ വലിയ വില നൽകേണ്ടി വന്നു താരങ്ങൾക്ക്. ലൈംഗികാതിക്രമ പരാതിയിൽ പ്രതിചേർക്കപ്പെട്ട ബിജെപി എംപിയും ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റുമായ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഏപ്രിൽ 23-ന് ജന്തർ മന്ദറിൽ ആരംഭിച്ച സമരമാണ് പോലീസിന്റെ അപ്രതീക്ഷിത ബലപ്രയോഗത്തിൽ കലാശിച്ചത്. സമരത്തിന് പിന്തുണയുമായി എത്തിയ 100 കണക്കിന് ആളുകളെയും കസ്റ്റഡിയിലെടുത്തു. അന്ന് ഭീകരവാദികളെ പോലെയാണ് പോലീസ് അവരെ കൈകാര്യം ചെയ്തത്. വെടിവെച്ച് കൊന്നാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് താരങ്ങൾ അന്ന് അവിടെ വലിയ പ്രതിഷേധം അഴിച്ചുവിട്ടത്. മഹിളാ പഞ്ചായത്ത് നടത്താൻ സമരവേദിയിൽ നിന്ന് താരങ്ങൾ ഇറങ്ങിയതിന് പിന്നാലെയായിരുന്നു പോലീസ് അവിടെ വലിയ ക്രൂരത നടത്തിയത്. ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ റോസ് അവന്യൂ ഡിസ്ട്രിക്ട് കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ഇപ്പോൾ പ്രതികരണവുമായി മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് തന്നെ രംഗത്തെത്തി. തന്നെ തൂക്കിലേറ്റണമെന്നും ജീവനോടെ കത്തിക്കണമെന്നും ആവശ്യപ്പെട്ടവർ ഇനി ആത്മപരിശോധന നടത്തണം എന്നതാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് പറഞ്ഞത്. അനുയോജ്യമായ സമയം വരുമ്പോൾ ഇതിനെല്ലാം മറുപടി നൽകുമെന്നും വിധിക്ക് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ ബ്രിജ്ഭൂഷൺ പറഞ്ഞു. ബ്രിജ്ഭൂഷണെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ അപ്പീൽ നൽകുമെന്നാണ് വിനേഷ് ഫോഗട്ടിന്റെ പ്രതികരണം. കേസിന്റെ തുടക്കം മുതൽ സംസ്ഥാന സർക്കാരും മറ്റ് സംവിധാനങ്ങളും ബ്രിജ്ഭൂഷണൊപ്പമായിരുന്നുവെന്നും വിനേഷ് ഫോഗട്ട് ആരോപിച്ചു. ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിനെതിരെ പരാതി ഉന്നയിക്കാൻ ഏറെ ധൈര്യം സംഭരിക്കേണ്ടി വന്നു എന്നത് വിനേഷ് ഫോഗട്ട് ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിലെ സ്വാധീനവും രാഷ്ട്രീയത്തിലെ സ്വാധീനവും ബ്രിജ്ഭൂഷൺ ഉപയോഗിച്ചു. ലൈംഗിക പരാതി നൽകിയ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി. എന്നാലും അവസാനം വരെയും താരങ്ങൾ പോരാട്ടം തുടർന്നെന്നും വിനേഷ് ഫോഗട്ട് എക്സിൽ കുറിച്ചു. തങ്ങളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് കോടതിക്ക് കണ്ടെത്താൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്നും അവർ പറഞ്ഞു. വൈകാതെ തന്നെ അപ്പീൽ സമർപ്പിക്കും. നീതിന്യായ സംവിധാനത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഗുസ്തി താരങ്ങൾ പോരാട്ടം തുടരും എന്നുമാണ് വിനേഷ് ഫോഗട്ട് കുറിക്കുന്നത്. ആത്മാഭിമാനം ത്യജിച്ച് ജീവിക്കാനാവില്ലെന്ന പ്രഖ്യാപനവുമായാണ് രാജ്യാന്തര വേദികളിൽ സ്വന്തം രാജ്യത്തിനായി നേടിയ മെഡലുകൾ നേടിയ താരങ്ങൾ അന്ന് പ്രതിഷേധ സമയത്ത് പറഞ്ഞത്. ഗംഗാനദിയിൽ അവർ അവരുടെ മെഡലുകൾ ഒഴുക്കാൻ തീരുമാനിച്ചിരുന്നു. മെഡലുകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരണിഞ്ഞു നിൽക്കുന്ന താരങ്ങളുടെ വൈകാരിക രംഗങ്ങൾ ഇപ്പോഴും നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകും. അതിനിടെ കർഷക നേതാക്കൾ എത്തുകയും പിന്തുണ നൽകുകയും ചെയ്ത് അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. മെഡലുകൾ പ്രതിഷേധ സൂചകമായി ഗംഗാനദിയിൽ ഒഴുക്കുന്നതിൽ നിന്ന് കർഷക നേതാക്കളുടെ സമ്മർദ്ദ ഫലമായി അവർ പിന്മാറുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് ചില ഉറപ്പുകളും അവർക്ക് നൽകി. നരേഷ് ടിക്കായത്ത് ഉൾപ്പെടെയുള്ളവർ എത്തിയാണ് മെഡലുകൾ തിരികെ വാങ്ങി അവരെ അനുനയിപ്പിച്ചത്. അങ്ങനെ നിരവധി പോരാട്ടങ്ങൾ ഒടുവിലാണ് ഈ കുറ്റപത്രവും കേസിലെ മറ്റ് നടപടികളും നടത്താൻ പോലും താരങ്ങൾക്കായത്. താരങ്ങളുടെ പിന്നീടുള്ള ഭാവിയെ, കളിയെ ഒക്കെ അത് ബാധിച്ചിരുന്നു. അവരുടെ അവസരങ്ങൾ പോലും നഷ്ടപ്പെട്ടു. വിനേഷ് ഫോഗട്ടിന് കോമൺവെൽത്തിൽ മത്സരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം പിന്നീടുണ്ടായി. അത് പുറത്താകുന്ന സാഹചര്യമൊക്കെയാണ്. എല്ലാത്തിലേക്കും നയിച്ചത് അവർ തുറന്നു പറയാൻ തീരുമാനിച്ച ആ സാഹചര്യമാണ്.
എന്തായാലും രാജ്യത്തിന് ഒളിമ്പിക്സിലും ലോക ചാമ്പ്യൻഷിപ്പുകളിലുമൊക്കെ മെഡലുകൾ സമ്മാനിച്ച വനിതാ ഗുസ്തി താരങ്ങൾ സ്വന്തം കായിക സംഘടനയുടെ പരമോന്നത നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തി എന്നതായിരുന്നു അവരുടെ ആ പരാതിയുടെ പിന്നീട് നടന്ന പ്രതിഷേധത്തിന്റെ ഒക്കെ പ്രാധാന്യം. സ്വന്തം ഭാവി പോലും അപകടത്തിലാക്കിയാണ് താരങ്ങൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി ആ പോരാട്ടം നയിച്ചത്. പക്ഷേ അവർക്ക് നീതി ഇപ്പോഴും അകലെയാണ്. രാജ്യത്തിന് വേണ്ടി ലോകവേദിയിൽ പോരാടിയ വനിതാ താരങ്ങൾ സ്വന്തം രാജ്യത്ത് നീതി തേടി മാസങ്ങളോളം സമരം ചെയ്യേണ്ടി വന്നു എന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. പരാതി നൽകാൻ വിശ്വാസ്യതയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ? അവരുടെ പരാതി ആ രീതിയിൽ അന്വേഷിക്കപ്പെട്ടോ എന്ന സംശയം ബാക്കിയാണ്. പരാതിക്കാരുടെ സുരക്ഷ എന്നത് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കായിക ഫെഡറേഷനുകളിൽ അധികാരത്തിന്റെ കേന്ദ്രീകരണത്തെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന അവർ ഉന്നയിച്ച ചോദ്യവും ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്നു. ഈ ചോദ്യങ്ങൾക്ക് കോടതി വിധി മാത്രം ഒരു ഉത്തരമാകുന്നില്ല. എന്തായാലും നീതി തേടി ശബ്ദമുയർത്തിയ സ്ത്രീകൾക്ക് നീതി അകലെയാകുമ്പോൾ മുറിവേൽക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നീതിബോധത്തിന് തന്നെയാണ്. എന്തായാലും പോരാട്ടം തുടരും എന്നതാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉയർന്ന കോടതിയിൽ അവർക്ക് നീതി കിട്ടുന്നു എന്നത് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.